ബഹുമാന്യരാകുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പതിവായി വളരെ കൃത്യതയോടെ കടന്നു വരുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചില പ്രിയപ്പെട്ടവർക്ക് ഇന്ന് വന്നു ചേരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പകൽ സമയത്തെ ബന്ധപ്പാടുകൾക്കൊക്കെ ശേഷം ദൈവസന്നിധാനത്തിൽ വരുവാനായി സമയം കണ്ടെത്തിയ നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സമയം ഒട്ടും നഷ്ടമാക്കാതെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമാലേഖനം 8-ാമത്തെ അധ്യായമാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർമാനമായിട്ട് പങ്കെടുക്കുന്നവർക്ക് അത് മനസ്സിലാകുവാൻ എളുപ്പമാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇല്ലാത്തവരുടെ അറിവിന് വേണ്ടി ദീർഘമായിട്ടൊന്നും പറയുവാൻ കഴിയത്തില്ല. എങ്കിലും 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോയിട്ട് ആ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിപ്പാനായി ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ഗോഡ്സ് ചിൽഡ്രൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമക്കളിലുള്ളതാകുന്ന വിവിധമാകുന്ന ശുശ്രൂഷകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. 17 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമായിട്ട് അതാണ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ കണ്ടു, ന്യായപ്രമാണത്തിൽ നിന്ന് ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ന്യായപ്രമാണത്തിൽ നിന്ന് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. 2-ാമതായിട്ട് നമ്മൾ കണ്ടു, ഇതേ പരിശുദ്ധാത്മാവ് തന്നെ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിപ്പാൻ നമ്മെ പ്രാപ്തമാക്കുന്നു 4-ാമത്തെ വാക്യത്തിൽ. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആത്മാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട്, വി ഹാവ് എ മൈൻഡ് സെറ്റ് of things above, how we set our minds. നമ്മുടെ മനോഭാവം, നമ്മുടെ സ്വഭാവം എന്താണ്? ജഡസ്വഭാവമല്ല, നേരെ മറിച്ച് ആത്മസ്വഭാവമുള്ളവരാണ് നാം. അങ്ങനെയെങ്കിൽ ആത്മാവിനുള്ളതേ നാം ചിന്തിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതുമാത്രമല്ല, 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ജീവിക്കുന്നു. 10-ാം വാക്യത്തിൽ നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നു. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, വൺ ഡേ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് വിൽ റിസറക്റ്റ് ഈവൻ അവർ മോർട്ടൽ ബോഡീസ്, നമ്മുടെ മർത്യമാകുന്ന ശരീരത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ജീവനുള്ളവരാകും, ഉയർപ്പിക്കപ്പെടും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. വി ഹാവ് എൻ ഒബ്ലിഗേഷൻ, വി ഹാവ് എ ഡെറ്റ്. നമുക്കൊരു കടമയുള്ളത്, കടപ്പാടുള്ളത് ജഡത്തോടല്ല, ആത്മാവിനോടാണ്. ആ കാര്യം നമ്മൾ കണ്ടു. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതേ പരിശുദ്ധാത്മാവ് ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാനും അപ്രകാരം ജീവിപ്പാനും നമ്മെ സഹായിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. വിശേഷിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് ദ മോർട്ടിഫിക്കേഷൻ ഓഫ് ദ മിസ്ഡീഡ്സ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ പ്രവൃത്തികളെ എങ്ങനെ നമുക്ക് മരിപ്പിക്കാൻ കഴിയും, അതാണ് കർത്താവ് മറ്റു വാക്കിൽ പറഞ്ഞത്. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്ന് എറിഞ്ഞു കളയുക, കൈ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളയുക. എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ചിന്ത അവിടെ നമ്മൾ കണ്ടു. അതിനകത്ത് നമ്മുടെ ഇനിഷ്യേറ്റീവ് ആവശ്യമാണ്, നമ്മുടെ ഒരു താല്പര്യം ആവശ്യമാണ്. എന്നാൽ അതേസമയം തന്നെ ജഡത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നത് ആത്മാവിനാലാണ് എന്ന കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കുന്നു. അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ, ചില ആഴ്ചകളായിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 14 മുതൽ 17 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമ്മുടെ മുൻപിൽ സമയം പരിമിതമാണ്. പറയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുവാൻ കഴിയുമോ എന്നറിയത്തില്ല. എങ്കിലും വളരെ പെട്ടെന്ന് 14 മുതൽ 17 വരെയുള്ളതാകുന്ന ആ വേദഭാഗം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ്.
14 മുതൽ 17 വരെയുള്ള ഓരോ വാക്യത്തിലും ദൈവജനത്തെ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനിൽ കൂടെ വിളിച്ചിരിക്കുന്നത് ദൈവ മക്കൾ എന്ന പദവിയിലാ. ദൈവമക്കൾ എന്നുള്ള പദവിയാ. ദൈവമക്കൾ എന്നുള്ള പദവി നാം അനുഭവിക്കുന്നതെല്ലാം ആ 4 വാക്യങ്ങളിലും ദൈവമക്കൾ എന്നുള്ള പദവിയെക്കുറിച്ച് നമ്മോട് പറയുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ഉള്ളിലുള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ, നമ്മൾ ദൈവമക്കളാണെന്നുള്ള ഉറപ്പ്, തിരിച്ചറിവ്, ബോധ്യം അത് നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ 4 വാക്യങ്ങളിലും നമ്മെ ദൈവ മക്കൾ, ദൈവത്തിന്റെ ജനത്തെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന വിശേഷണ പദം ദൈവ മക്കൾ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപായിട്ട് അതിന്റെ 14 മുതൽ 17 വരെയുള്ള ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ച ശേഷം നമ്മൾ ആ ഭാഗം ചിന്തിക്കാൻ പോകുകയാണ്. ഉറക്കെ വായിക്കാം ആർക്കെങ്കിലും ഒരാൾക്ക്. യെസ്. 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 ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. എൻ്റെ ചിന്തയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ അങ്ങ് വ്യക്തമാക്കി പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് തുടരാം. വളരെയധികം കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. ദ ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇൻ ഗാഡ്സ് ചിൽഡ്രൻ. വിവിധമാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അവിടുത്തെ പ്രധാനപ്പെട്ട തീം എന്നുള്ളത് ദ ഇൻഡ്വെല്ലിംഗ് സിൻ ആണ്. നമ്മിൽ വസിക്കുന്ന പാപത്തെ കുറിച്ചാണ് 7-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ബോധ്യം, നമ്മൾ ദൈവമക്കളായി തീർന്നാൽ, വീണ്ടും ജനിച്ച നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന അഷ്വറൻസ്, ഉറപ്പ്, നാം ദൈവത്തിന്റെ മക്കളാകുന്നു. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന സാക്ഷ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്? ആ കാര്യമാണ് പൗലോസ് ശ്ലീഹ ഈ വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ താൻ വിശദീകരിക്കുന്നത്. 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, 1, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ ചേർത്താണ് നമ്മൾ വായിക്കേണ്ടത്. മലയാളം വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു പദം ഇംഗ്ലീഷ് വേദപുസ്തകത്തിലുണ്ട്. അതിങ്ങനെയാണ്. അതിന്റെ 13-ാം വാക്യം, ഇഫ് ബൈ ദ സ്പിരിറ്റ് ഇഫ് യു വിൽ പുട്ട് ടു ഡെത്ത് ദ മിസ്ഡീഡ്സ് ഓഫ് ദ ബോഡി യു വിൽ ലിവ് എന്ന് പറഞ്ഞിട്ട് ആ പദം അവിടെ അവസാനിപ്പിക്കുകയല്ല. എന്നിട്ട് ഒരു കൺജങ്ഷൻ, ഒരു സംയോജിത പദം അവിടെയുണ്ട്. ബിക്കോസ് those who are led by the Spirit are the children of God. അപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളെ അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുന്നവർ ജീവിക്കും എന്ന് പറഞ്ഞിട്ട്, എന്തുകൊണ്ടെന്നാൽ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവ
മക്കളാകുന്നു. ഞാൻ ഈ പറഞ്ഞ വാക്യം ഇംഗ്ലീഷ് വേദപുസ്തകം ഉള്ളവർ, കൈവശമുള്ളവരൊന്ന് ചേർത്തൊന്ന് വായിക്കും. മക്കളെ ഒന്ന് വായിച്ചേ, ആരെങ്കിലും ഒന്ന് വായിച്ചേ. അത് വായിക്കുമ്പോൾ ഒന്നുകൂടി അത് കൺഫേം ആകുമല്ലോ നമുക്ക്. ഒന്ന് വായിച്ചേ. യെസ് യെസ് യെസ്. Yeah, because those who are led by the Spirit of, നോക്കിയേ, because. അപ്പോൾ ജഡത്തിന്റെ മിസ്ഡീഡ്സ്, ശരീരത്തിന്റെ മിസ്ഡീഡ്സിനെ പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ജീവിക്കും. എന്നിട്ട് പറഞ്ഞേക്കാം, because those who are led by the Spirit of God are God's children. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അഷ്വറൻസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്നത്, God's Spirit being who He is, the Holy Spirit of God, the very nature of the Spirit of God is holiness, and He always leads us into holiness. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സവിശേഷ സ്വഭാവം തന്നെ പരിശുദ്ധ ആത്മാവെന്നാണ്. ആ പരിശുദ്ധ ആത്മാവ് ദൈവജനത്തെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തും. സോ when the Spirit leads us, ആത്മാവ് നമ്മെ നടത്തുന്നത് എങ്ങോട്ടാ? വിശുദ്ധിയിലേക്കാ. അപ്പൊ ഒന്നാമത്തെ അഷ്വറൻസ്, ദാറ്റ്, ആദ്യത്തെ ഉറപ്പ്, നാം ദൈവമക്കളാകുന്നു എന്ന ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. രണ്ടാമത്തെ സാക്ഷ്യം എന്താ? രണ്ടാമത്തെ സാക്ഷ്യം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ ഭയം മാറിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. See, the Spirit of God replaces fear in relation to God. He replaces fear and He gives us freedom. സ്വാതന്ത്ര്യം തരുന്നു, ഭയം മാറ്റി. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് ചിന്തിക്കാം. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, it is by the Spirit of sonship we cry out, Abba Father. പിതാവാകുന്ന സർവശക്തനാകുന്ന ദൈവത്തെ നാം എന്ത് വിളിക്കുന്നു? അബ്ബാ, പിതാവേ. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ആ വാക്യത്തിലുണ്ട്, ഒന്ന് നോക്കി. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പൊ പുത്രത്വത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, he helps us address God as Father. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. നാലാമതായിട്ട്, ഇപ്പോഴുള്ള ഈ കാര്യം മാത്രമല്ല പൗലോസ് പറയുന്നത്, ഇനിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയൊരു അഷ്വറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഫ്യൂച്ചർ ഈസ് സെക്യൂർ. നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. എന്തുകൊണ്ടാ? നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാകുന്നു. ഈ പരിശുദ്ധാത്മാവിനെ 23-ാമത്തെ വാക്യത്തിൽ വിളിച്ചിരിക്കുന്നത് ആത്മാവ് എന്ന ആദ്യ ദാനം. എഫെസ്യ ലേഖനം 1:14 വിളിച്ചിരിക്കുന്നത് ആത്മാവെന്ന അച്ചാരം. അതിനാൽ നമ്മുടെ എന്ത് ചെയ്തിരിക്കുക? മുദ്രയിട്ടേക്കുന്നു. സോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് അല്പം വിശദമായിട്ട് ചിന്തിക്കാം. എന്തൊക്കെയാണ്? 1, വിശുദ്ധീകരണം. 2, ഭയം മാറിയ സ്വാതന്ത്ര്യം. 3, അബ്ബാ പിതാവേന്ന് ദൈവത്തെ വിളിക്കാനുള്ളതാകുന്ന ആ വലിയ പദവി. 4, നമുക്ക് ലഭിക്കാൻ പോകുന്ന അവകാശം. ഈ 4 കാര്യങ്ങൾ നമുക്ക് ദയവായിട്ട് തുടർന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ആ 14-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 14-ാം വാക്യത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ബിക്കോസ് എന്ന് പറഞ്ഞ് ആ 13-ാം വാക്യവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 13-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ
വിശദീകരണമാണ് 14-ാം വാക്യത്തിൽ കൊടുക്കുന്നത്. ശ്രദ്ധിക്കണേ, 13-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നാം ജീവിക്കും എന്ന് പറഞ്ഞിട്ട്, ജീവിക്കും നിശ്ചയം എന്ന് പറഞ്ഞിട്ട് ആ പ്രത്യേക ഉപദേശം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് വിശദമായിട്ട് കണ്ടു. അതിൻ്റെ ഒരു വിശദീകരണമാണ് 14-ാം വാക്യത്തിൽ. എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? അപ്പോൾ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവരെ വിളിക്കുന്ന മറ്റൊരു പേര്, അവർക്ക് വിളിക്കുന്ന മറ്റൊരു പേരെന്താണെന്നറിയാമോ? ദൈവാത്മാവ് നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനുള്ള പ്രേരണയും ശക്തീകരണവും ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാല. ശ്രദ്ധിക്കണേ, ആത്മാവ് നടത്തുന്നവർ, മുകളിൽ പറഞ്ഞു ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. അപ്പോൾ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനുള്ള, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ശരീരത്തിന്റെ പ്രവൃത്തി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ട് എനിക്കത് വീണ്ടും പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം. അപ്പൊ അത് കഴിഞ്ഞ ആഴ്ചയിൽ കേൾക്കാത്തവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും ദയവായിട്ട് നിങ്ങൾ എൻ്റെ ഒപ്പം വരണേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് വെളിപ്പെടുത്തി തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പാപ ജഡത്തിന്റെ സകല സ്കീമിങ്സും സകലവിധമാകുന്ന ആ മിസ്ഡീഡ്സും അതിനെ ഓവർകം ചെയ്യത്തക്കതുപോലെ ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വളരെ ശക്തമാകുന്ന പ്രേരണ തരുന്നു. ഞാൻ വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, കാരണം അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് തരുന്നു? പ്രേരണ തരുന്നു. പ്രേരണ മാത്രമല്ല പരിശുദ്ധാത്മാവ് തരുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയും തരികയാണ്. ഇനിയും ചിലർ പറയാറുണ്ട്, ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാപവും ചെയ്യാൻ ഒക്കത്തില്ല, അങ്ങനെ അങ്ങ് ജീവിക്കും. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങ് കൊണ്ടുപോവുകയാണ്. പിന്നെല്ലാം പരിശുദ്ധാത്മാവ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഞാനൊരു കാര്യം വളരെ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ആരെയും കമ്പല് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയും ബോധം കെടുത്തുകയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയും ബാധിച്ച് അവർക്കിഷ്ടമില്ലാത്തിടത്തൂടെ അവരെ വലിച്ചോണ്ട് പോകുകയോ ചെയ്യുകയില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും. ഇല്ലേ? കഴിയുമോ ഇല്ലയോ? എഫേസ്യ ലേഖനം 4:30 എങ്ങനെയാ നമ്മൾ ദുഃഖിപ്പിക്കുന്നേ? ഒന്നെടുത്ത് വായിച്ചേ, പെട്ടെന്ന്. ഞാൻ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ തന്നില്ലേ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ദുഃഖിപ്പിക്കരുത്. നോക്ക്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും. അപ്പൊ അതിന്റെ അർത്ഥം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും എനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ അനുവദിക്കാത്ത ഇടത്തൂടെ എന്നെ വലിച്ചോണ്ടങ്ങ് പോകുകയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തിയും തരും, പ്രേരണയും തരും. പക്ഷെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ദുഃഖിക്കും. എഫേസ്യ ലേഖനത്തിൽ ആ പ്രത്യേക കോണ്ടെക്സ്റ്റ് നമ്മൾ വായിക്കുന്നത്, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാ ദുഃഖിക്കുന്നതെന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. സത്യം സംസാരിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ താഴോട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ we can grieve the Holy Spirit of God. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ
മരിപ്പിക്കുന്നവർക്ക് വിളിച്ചിരിക്കുന്ന മറ്റൊരു പേര് ആത്മാവ് നടത്തുന്നവർ. ആത്മാവ് നടത്തുന്നവരുടെ സവിശേഷത എന്താ? അവരുടെ സവിശേഷത മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് നമ്മെ നഡ്ജ് ചെയ്യുന്ന, വളരെ മന്ദമായി വളരെ മൃദുസ്വരത്തിൽ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് അനുസരിക്കുന്ന, ആത്മാവ് പറയുന്ന വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ വേറൊരു പേരാണ് ശരീരത്തിന്റെ പ്രവർത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുന്നവർ. അങ്ങനെ മരിപ്പിക്കുന്നവർക്കുള്ളതാകുന്ന പ്രത്യേക അനുഗ്രഹം എന്താണെന്ന് മുകളിൽ നമ്മൾ വായിച്ചു. അവര് ജീവിക്കും. അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത സെന്റൻസ് ഇങ്ങനെയാണ്: അവർ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രോംപ്റ്റിങ്സ്, ആത്മാവിന്റെ പ്രേരണ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അനുസരിക്കുന്നവർക്ക് മാത്രമേ ആ ദൈവവുമായിട്ടുള്ള, പിതാവും മകനുമെന്നുള്ള ഊഷ്മള ബന്ധത്തിന്റെ മാധുര്യം ദിനംതോറും അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് കഴിയത്തില്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരാരാണ്? ദൈവ മക്കൾ. അപ്പൊ അപ്പച്ചനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഊഷ്മളതയും സ്നേഹവും തിരിച്ചറിയണമെങ്കിൽ, ആത്മിക സന്തോഷം അനുഭവിക്കണമെങ്കിൽ, പലപ്പോഴും നമ്മൾ ഡ്രൈ ആണെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഒരു സന്തോഷമില്ല. കാരണം എന്താണെന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ മാത്രമേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ടെങ്കിലും ഇപ്പോഴത് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഈ ഇമ്പൾസ് ഇറ്റ് ക്യാൻ ബി സ്ട്രോങ്. അതുകൂടെ ഞാൻ എടുത്തു പറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ ചിലപ്പോൾ വളരെ ശക്തമാകുന്ന പ്രേരണ തന്നെന്നിരിക്കും. പക്ഷെ ശക്തമാകുന്ന പ്രേരണ തന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ബലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് നമ്മൾ ധരിക്കരുത്. ശക്തമാകുന്ന പ്രേരണ തരും. ആ പ്രേരണയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ മുൻപോട്ട് പോകണം. അപ്പോൾ ഒന്നാമത്തെ, ഹൗ ഡസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വിറ്റ്നസ് with our spirit that we are the children of God? Number 1, we will be led by the Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടും. രണ്ടാമതായിട്ട് അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവ്, അതാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ പ്രത്യേക പദം തന്നെ പുത്രത്വത്തിന്റെ ആത്മാവെന്ന, പുത്രത്വത്തിന്റെ ആത്മാവ്. ഇത് തന്നെ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇതേ ആശയം തന്നെ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പെട്ടെന്നൊന്ന് വായിച്ച് മുൻപോട്ട് പോകാം. പിന്നെ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ, അതിന്റെ എനിക്ക് തോന്നുന്നത് 6-ാമത്തെ വാക്യം. യെസ്. യെസ്. നാം പുത്രത്വം. പിന്നെ അടുത്ത വാക്യം 6-ാം വാക്യത്തിൽ, നിങ്ങൾ മക്കളാകൊണ്ട് സ്വപുത്രന്റെ ആത്മാവിനെ. നോക്കിയ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്വപുത്രന്റെ ആത്മാവ്.
അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവ്. ദൈവ സാന്നിധ്യത്തിൽ നമുക്കുള്ള ഭയം മാറിയിട്ട് സ്വാതന്ത്ര്യം തരുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? അല്പം വിശദീകരണം ആവശ്യമാണ്. ഭയം മാറിയെന്ന് പറഞ്ഞാൽ ഏത് ഭയമാ മാറിയത്? മാറിയ ഭയം മറ്റൊന്നുമല്ല, ഇനിയും ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പം ന്യായാധിപതിയായി ശിക്ഷ വിധിക്കുവാൻ നിൽക്കുന്ന ആ ദൈവത്തെ നമുക്ക് ഭയം തരുന്ന ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ എവിടേക്ക് വന്നു? സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. We have come to the freedom which the Spirit of God gives us. പുത്രത്വത്തിന്റെ ആത്മാവ്. ഈ പുത്രത്വത്തിന്റെ ആത്മാവ് ഈ സ്വാതന്ത്ര്യം നമുക്ക് തരുമ്പോൾ, നമ്മുടെ ഭയം മാറിയെന്നൊക്കെ പറയുമ്പം എന്താ വാസ്തവത്തിൽ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ, ലിസൺ. ഭയം മാറിയെന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? ഭയം മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ചില ചിന്താഗതി പോലെയല്ല കാര്യങ്ങൾ. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വിശേഷണങ്ങളൊന്നും നമുക്ക് വായിച്ച് പെട്ടെന്ന് മുൻപോട്ട് പോകാം. യെശയ്യാവിന്റെ പ്രവചനത്തിൽ 11-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? പെട്ടെന്നൊന്ന് വായിക്കണം. യെസ്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. നോക്കുക, ആത്മാവിന്റെ സവിശേഷതകൾ എന്താ? ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്. അടുത്തത് ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്. പിന്നെ പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് the spirit of wisdom and the spirit of the fear of God. പ്രിയമുള്ളവരെ, യഹോവ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്തി എന്നുള്ളത് പ്രധാനമായിട്ട് 2 ഇൻഗ്രീഡിയൻസ് അതിനകത്തുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള നിറഞ്ഞ സ്നേഹം, സ്നേഹത്തിൽ നിറഞ്ഞ ഭയം. ശിക്ഷിക്കാൻ നിൽക്കുന്ന, അടിക്കാൻ നിൽക്കുന്ന ഒരു ദൈവമെന്നുള്ള ചിന്തയല്ല, സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഭയം. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭയം മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവഭയം പോയെന്നല്ല. ഇന്ന് നമ്മൾ we treat everything so trivial. We don't see any difference between the sacred and the secular. നമുക്ക് പലതും ഇന്ന് ദൈവഭയമില്ല. അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഇടയിൽ. കുറഞ്ഞ പക്ഷം നമ്മൾ പല സമുദായങ്ങളിൽ നിന്നും വിട്ടുപോന്നപ്പം ഒത്തിരി തെറ്റായ കാര്യങ്ങൾ നമ്മൾ വിട്ടേച്ചു പോന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, ചില ശരികളൂടെ വിട്ടേച്ചു പോന്നോന്നൊരു ചിന്ത ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. കാരണം രക്ഷിക്കപ്പെട്ടാത്തവരെന്ന് ഒത്തിരി പേരുണ്ടല്ലോ, സമുദായക്കാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അനേകർക്കുമുള്ള ദൈവിക സാന്നിധ്യബോധം നമുക്കില്ല. നമുക്ക് സഭായോഗം നടക്കുമ്പോഴും, സഭായോഗം എന്ന് പറഞ്ഞാൽ ഇത് സഭായോഗം കേട്ടോ, സഭായോഗം നടക്കുമ്പോഴും നമുക്ക് ടെലിഫോൺ അറ്റൻഡ് ചെയ്യാനും വർത്താനം പറയാനും അലക്ഷ്യമായിട്ടിരിക്കാനും ദൈവവചന ശുശ്രൂഷയെങ്കിൽ പോലും കർത്തൃമേശയെങ്കിൽ പോലും വളരെ കാഷ്വലി പെരുമാറാനും നമുക്ക് മടിയില്ല. പക്ഷെ നമ്മൾ അവകാശപ്പെടുന്നത് ആരുടെ ആൾക്കാരെന്നാ? പെന്തക്കോസ്തിന്റെ ആത്മാവുള്ളവരെന്നാ നമ്മൾ അവകാശപ്പെടുന്നത്. നോ, പരിജ്ഞാനത്തിന്റെയും യഹോവ
ഭക്തിയുടെയും ആത്മാവ്, യഹോവ ഭയത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നാം ദൈവത്തെ ഭയപ്പെടണമെന്ന് വെച്ച് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. We persuade every man that we should fear God. Fear him. എന്താ ഫിയർ? എന്താ ഭയം? വേറെ ഭയമൊന്നുമല്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമല്ലോ എന്നുള്ള ഭയമല്ല. നേരെ മറിച്ച്, അയ്യോ തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ എൻ്റെ അപ്പച്ചൻ്റെ ഹൃദയം വേദനിക്കുമല്ലോ എന്ന ഭയം. യഹോവ ഭക്തിയുടെ ആത്മാവ്. സ്വാതന്ത്ര്യമില്ലായിരുന്നു നേരത്തെ, എന്നാൽ ഇപ്പൊ എന്തുണ്ട്? പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു. ഭയം മാറ്റി സ്വാതന്ത്ര്യം തന്നു. തുറന്നു കിടക്കുക വാതിൽ. എപ്പോഴും ആ തിരുസന്നിധാനത്തിൽ വസിപ്പാനുള്ള, ഭയം കൂടാതെ അടുത്തു വരുവാനുള്ള, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ കഴിയുന്ന, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിന് ആ കരുണാസനത്തോളം, കൃപാസനത്തിങ്കിലോളം കടന്നു വരുവാനുള്ള ആ വലിയ പദവി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചു. അപ്പോൾ മക്കൾ എന്നതിൻ്റെ വിശദീകരണം: 1, ദൈവാത്മാവ് നടത്തുന്നു. 2, നമ്മൾ കണ്ടു, ഭയം മാറി, ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 3ാമതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നതാകുന്ന ആ വിഷയം ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ വായിക്കുന്നതാകുന്ന ഒരു കാര്യം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒന്നാഴമായിട്ട് പതിയണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അയ്യോ, എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഒരു യഹൂദനും he would never dare to address the Lord God Jehovah as Father. യഹോവയാകുന്ന ദൈവത്തെ ഒരിക്കലും ഒരു യഹൂദനും, പിന്നെ നമ്മൾ പാർക്കുന്ന ഈ ദേശക്കാരുടെ മതക്കാരും ദൈവത്തെ എന്ത് വിളിക്കത്തില്ലെന്നറിയാമോ? പിതാവേ എന്ന് വിളിക്കത്തില്ല. പിതാപുത്ര ബന്ധം എന്ന അനുഗ്രഹീത ബന്ധം ക്രിസ്തു മാർഗത്തിന്റെ ഒരു സവിശേഷതയാണ്. പിതാവ് പുത്രൻ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും സകലത്തെയും തൻ്റെ വാക്കുകൊണ്ടുണ്ടാക്കിയവനും തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് സകലത്തെയും വഹിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമാകുന്ന സർവശക്തനാകുന്ന ദൈവത്തെ അപ്പച്ചാ എന്ന് ആ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ വിളിക്കാൻ ലഭിച്ചിരിക്കുന്ന നമ്മുടെ പദവി എത്ര ശ്രേഷ്ഠമായ എൻ്റെ പ്രിയരെ! നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് താൻ എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗമാണിത്. എപ്പോഴും ദൈവത്തെ താൻ അഡ്രസ് ചെയ്യുന്നത് പിതാവേ എന്ന. പിതാവേ. അതിനൊരു എക്സെപ്ഷൻ ഉള്ളത് ക്രൂശിൽ കിടക്കുമ്പോൾ മാത്രമാ. കുരിലിന്റെ ശേഷം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ആ ഒരു ഭാഗം ഒഴികെ, അതിന് പ്രത്യേക കാരണമുണ്ട്, ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ലല്ലോ. ആ ഒരു പ്രത്യേക ഭാഗം ഒഴികെ ബാക്കി എല്ലാ പുതിയ നിയമവേദ ഭാഗങ്ങളിലും യേശു കർത്താവ് ദൈവത്തെ സംബോധന ചെയ്തത് പിതാവേ എന്ന. ഇനിയും പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഒരു ഫോർമൽ അഡ്രസ് അല്ലത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പദപ്രയോഗം
മലയാളം വേദപുസ്തകത്തിലും അബ്ബാ പിതാവേ, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ആബാ ഫാദർ. എല്ലാ ട്രാൻസ്ലേഷൻസിലും എല്ലാ ഭാഷാന്തരങ്ങളിലും ഒറിജിനൽ ഭാഷയിലുള്ള ആ പദപ്രയോഗം എല്ലാ ട്രാൻസ്ലേഷൻസിലും ഉണ്ട്. അവരത് പ്രിസർവ് ചെയ്തേക്കുക. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചിലര് ഇത് അക്ഷരത്തെറ്റ് പറ്റിയതായിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അതല്ല, അബ്ബാ പിതാവേ എന്ന് തന്നെയാണ്. അബ എന്ന പദം ഒരു അരാമ്യ പദമാണ്. അബ. ഗ്രീക്കിൽ പിതാവിന്റെ പദം പേറ്റർ, പേറ്റർ എന്നുള്ള പദമാണ്. ഈ രണ്ട് പദങ്ങളും ഇത് കൊളോക്കിയൽ യൂസേജ്. കൊളോക്കിയൽ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറയാം. നമ്മൾ വീട്ടിൽ പിതാവിനെ നമ്മൾ വിളിക്കുന്നേ എപ്പോഴും എൻ്റെ പിതാവേ എന്നൊക്കെയാണോ? അത് ഇച്ചിരൂടെ ഒരു ഫോർമല. നമ്മൾ ചിലപ്പം വിളിക്കും അപ്പച്ച എന്ന് വിളിക്കും, ഇല്ലേ? അച്ഛ എന്ന് പറയും, അച്ചാച്ചൻ എന്ന് പറയും, എന്ന് വേണ്ട ഒത്തിരി ഒത്തിരി സംബോധനകളുണ്ട്. ഈ സംബോധനകളെല്ലാം വീട്ടിനകത്തുള്ളതാ. എന്ന് പറഞ്ഞാൽ പിതാവിനോടുള്ള മറച്ചുകെട്ടില്ലാത്ത, യാതൊരു ഔപചാരികതയുമില്ലാത്ത, ഇന്റിമേറ്റ് ആയിട്ടുള്ള, ഊഷ്മളമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാതെല്ലാം. യേശു കർത്താവ് ഈ വാക്കായി എപ്പോഴും ഉപയോഗിച്ചത്. അത് മാത്രമല്ല, അങ്ങനെ തന്നെ നിങ്ങൾ വിളിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ്, നാം അതിനെ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയും. എന്നാൽ ഞാൻ അതിനെ എപ്പോഴും വിളിക്കുന്നത് ശിഷ്യന്റെ പ്രാർത്ഥന എന്ന്. ദ പ്രയർ ഓഫ് ദ ഡിസൈപ്പിൾ. കർത്താവിന്റെ പ്രാർത്ഥനയല്ല, അത് ശിഷ്യന്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചപ്പം അതിന്റെ ഒന്നാമത്തെ സെന്റൻസ് എന്നാണെന്നറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവെന്നുള്ള പദമൊക്കെ എഴുതിയിട്ടിരിക്കുന്നെങ്കിലും ഒറിജിനൽ ലാംഗ്വേജിൽ നൽകുന്ന ഇംപ്രഷൻ, ഇറ്റ് ഈസ് എ ഹോംലി ആൻഡ് എ ഫാമിലി വേർഡ്, വെരി ഇൻഫോർമൽ വേർഡ്. ശ്രദ്ധിക്കണം, ആരെയായി വിളിക്കുന്നത്? ഇൻഫോർമലി. അപ്പച്ചാന്ന് വിളിക്കുന്നത് ആരെയാ? സർവശക്തനാകുന്ന യഹോവയാകുന്ന ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അബ്ബാ പിതാവേ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഗെത്സമനയിൽ തന്റെ ആ സങ്കടത്തിന്റെ നടുവിൽ ഇതേ പദം തന്നെയാണ് ഉപയോഗിച്ചത്, അബ്ബാ പിതാവേ. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മറ്റ് വേദഭാഗങ്ങളിലുമൊക്കെ നമുക്കത് കാണാൻ തക്കണം കഴിയുന്നുണ്ട്. മർക്കോസ് 14:36 നമ്മൾ വായിക്കുന്നുണ്ട്, അബ്ബാ പിതാവേ നിനക്ക് സകലവും കഴിയുമല്ലോ. എൻ്റെ പ്രിയരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പദവിയെക്കുറിച്ച് നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം ദൈവമക്കളാണെന്നുള്ള ബോധ്യം തരുന്ന ഒരു വഴി, അബ്ബാ പിതാവേ എന്നൊരു മറച്ചുകെട്ടുമില്ലാതെ, ഒരു ഫോർമാലിറ്റിയുമില്ലാതെ, അടുത്ത ആ ഊഷ്മളമാകുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ദൈവത്തെ സംബോധന ചെയ്യാം, അബ്ബാ പിതാവേ. പാകിസ്ഥാൻകാരിയാകുന്ന ഒരു സ്ത്രീ എഴുതിയ തൻ്റെ ഒരു കൺവേർഷൻ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ചിലർക്ക് വായിച്ചു കാണാം. I dared to call him father. I dared to call him father. നല്ലൊരു ജീവകഥയാണ്. അത് കിട്ടിയാൽ മേടിച്ച് വായിക്കണം. മലയാളത്തിലും ആ പുസ്തകമുണ്ട്. ദൈവം എൻ്റെ പിതാവായപ്പോൾ, ദൈവം എൻ്റെ പിതാവായപ്പോൾ. ബിൽക്കുസ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ അനുഭവത്തെ കുറിച്ച് പറയാം. നോക്കുക, അതുവരെ ഇല്ലാതെ ഇരുന്ന ഒരു കൺസെപ്റ്റ്. എൻ്റെ പ്രിയരെ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധമെന്നുള്ളത് പിതാവും മക്കളുമെന്നുള്ള ബന്ധമാകട്ടോ.
അപ്പൊ പിതാവും മക്കളും എന്നുള്ള ബന്ധത്തിൽ പിതാവിന്റെ തിരുഹൃദയത്തിന് സന്തോഷം തരുന്നത് സ്നേഹത്തോടെ ചെയ്യാനായി താല്പര്യമുള്ള ഒരു പുത്ര ബന്ധം ദൈവം ആഗ്രഹിക്കുന്നു നമ്മിൽ നിന്ന്. അല്ലാതെ കേവലം ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടി വല്ലോമൊക്കെ ചെയ്ത് അവിടുത്തെ ഒന്ന് പ്രസാദിപ്പിക്കുന്ന പരിപാടിയല്ല ദൈവവുമായിട്ട് നമുക്കുള്ള ബന്ധം. മറന്നു പോകരുത്. അപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു ശുശ്രൂഷയാണ് നമ്മുടെ ഹൃദയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, അതിന്റെ 5-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ റോമാലേഖനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. 8:16 നമ്മൾ വായിക്കുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ഇത് രണ്ടും ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട വിഷയമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് അപ്പച്ചനെ അങ്ങനെ വിളിക്കാൻ കഴിയത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. സ്നേഹത്തിന്റെ സംബോധനയാണ്, സ്നേഹ സംബോധനയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ, യോഹന്നാന്റെ ലേഖനം 1:3 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ 2 റിയലൈസേഷനും, ഒന്ന് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു, മറ്റൊന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന തിരിച്ചറിവ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നോക്കിയേ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭയം മാറ്റിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. മൂന്നാമത്, സർവശക്തനാകുന്ന ദൈവത്തെ പിതാവേ അപ്പച്ചാ എന്ന് വിളിക്കാനുള്ളതാകുന്ന പദവി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. ഇനിയും ഇത് മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തുടങ്ങി നിത്യതയിലും തുടരുവാനുള്ള അനുഗ്രഹീതമാകുന്ന അഭാവി പ്രത്യാശയെ കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് നമുക്ക് അല്പം ഒന്ന് വിശദീകരിച്ച് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അടുത്ത വാക്യത്തിൽ, 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾ വായിച്ചോണേ, കാരണം അതെല്ലാം ബന്ധപ്പെട്ട ആത്മാവുദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു എന്ന്, ദൈവമക്കൾ എന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ്? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അത്രയും നിൽക്കട്ടെ, പിന്നീട് അടുത്ത പദം പിന്നീട് നമുക്ക് ചിന്തിക്കാം. നോക്കുക, അടുത്തതായിട്ട് നാം മക്കളെങ്കിൽ നമ്മൾ ആരാകുന്നു? അവകാശികളാകുന്നു. So in other words, Paul is telling us the implication of what he has been so far he has been telling us in the previous verses. മുകളിലുള്ള preceding versesൽ പറഞ്ഞതിന്റെ ഭാവിയെ കുറിച്ചുള്ള ഇംപ്ലിക്കേഷൻ, അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അത് നമുക്ക് അല്പം വിശദമായിട്ടൊന്ന് ചിന്തിക്കണം. കാരണം അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ദയവായിട്ട് എൻ്റെ ഒപ്പം നിങ്ങൾ വരണം. ഇവിടെ ഇത് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആ വാക്യം കൂടെ ഒന്ന് വായിച്ച് മുൻപോട്ട് പോവാം പെട്ടെന്ന്. ഗലേഷ്യൻസ് 4:7. നോക്കുക, നമ്മൾ ഇനിയും ആരല്ല? ദാസന്മാരല്ല, പിന്നെ ആരാ? അവകാശികൾ. ഇനി നമ്മൾ പുത്രരാണെങ്കിൽ നമുക്ക് അടുത്ത പ്രിവിലേജ് എന്തുവാ? നമ്മൾ അവകാശികളാ. എന്താ ഈ അവകാശം?
നമുക്ക് പലപ്പോഴും ഈ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിലെ മണ്ണാങ്കട്ടയുടെ കാര്യമാണ്, അതെന്റെ അവകാശം, ഇതെന്റെ അവകാശം. നോ. പുസ്തകം കണ്ണു തുറന്നൊന്ന് വായിക്കണം. ഞാൻ വിശദീകരിക്കാം. എന്താ നമ്മുടെ അവകാശം? നമുക്ക് വാസ്തവത്തിലെ അവകാശം എന്താണെന്നുള്ളത് വ്യവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ? നിത്യശിക്ഷാവധിയായിരുന്നു നമ്മുടെ അവകാശം, കേട്ടോ. കാരണം അതായിരുന്നു നമുക്ക് ന്യായമായിട്ടുള്ള അവകാശം. എന്നാൽ ഇവിടെ നമുക്ക് വേറൊരു അവകാശം തന്നെ. എന്നാ അവകാശം? ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഭൂമിയിലുള്ള ഒരു മണ്ണാങ്കട്ടയും ഹൃദയത്തിൽ കയറി വരരുതേ. അവകാശമെന്ന് പറയുമ്പോൾ തന്നെ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 1:4 ഞാനങ്ങ് പറയാം, എടുത്ത് വായിക്കാൻ സമയമില്ല. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ അപ്പൊ ഇതും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പൊ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം നിശ്ചയമായിട്ടും സ്വർഗത്തിൽ നമുക്കൊരു അവകാശമുണ്ട്. അതിനൊരു സംശയമില്ല. സ്വർഗത്തിൽ നമുക്കൊരു അവകാശമുണ്ട്. എന്നാൽ ഇവിടെ ആ അവകാശത്തെ കുറിച്ചുമല്ല പറയുന്നത്. പിന്നെ എന്താ നമ്മുടെ അവകാശം? നമ്മൾ കണ്ണ് തുറന്നൊന്ന് വായിച്ചേ ആ 17-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണേ. സ്വർഗവുമല്ല നമുക്ക് കാര്യം, സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന കിരീടവുമല്ല കാര്യം, അവിടുത്തെ വീടുമല്ല കാര്യം, അവിടുത്തെ തേജസ് പോലുമല്ല നമ്മുടെ കാര്യം. പിന്നെ ഇവിടെ പൗലോസ് എന്നാ പറയുന്നേ? ഓ, നാം ദൈവത്തിന്റെ അവകാശികൾ. ഞാൻ വിശദീകരിക്കാം. ഈ ദൈവത്തിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? വിശദീകരണം ആവശ്യമാണ്. എന്റെ പ്രിയരെ, നമ്മൾ പലപ്പോഴും ഈ പഴയ നിയമം പൊതുവെ നമ്മൾ പറയുന്നത്, പഴയ നിയമത്തിലെല്ലാം ഫിസിക്കൽ കാര്യങ്ങളും പുതിയ നിയമത്തിൽ ആത്മീകവും. അത് ശരിയുമാണ്. എന്നാൽ പഴയ നിയമത്തിലും മെറ്റീരിയലിനല്ലായിരുന്നു പ്രാധാന്യം. ഞാൻ വിശദമാക്കാം. ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. ഭയങ്കര മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും കൊണ്ട് ഒരു മനുഷ്യൻ തിരിച്ച് ദൂരദേശത്തേക്ക് പോയി ഓടിപ്പോയതാ ഒരിക്കൽ. തൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞ, നമ്മൾ വല്ലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇവിടുത്തെ എനിക്കറിയത്തില്ല, ബോംബെയിലൊക്കെ ഞാൻ ആ പറഞ്ഞ പദം അങ്ങ് പറയുക, ഞങ്ങൾ ഒരു ട്രങ്ക് പെട്ടിയും കൊണ്ടാണ് ജയന്തി ജനിതയില് ഇവിടെ വന്നത്. അയ്യോ, ഇപ്പൊ എന്തുവാ ഇവിടെ എന്നോ പെട്ടിയും കൊണ്ടാ വന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഓക്കെ, ആ കാര്യം അല്പം അത് ലെറ്റ് us set aside those things. നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. അതുപോലെ ഒരു മനുഷ്യൻ, പണ്ട് സാക്ഷ്യം പറയുന്ന ഒരു മനുഷ്യൻ, ഞാനൊരു വടിയും കൊണ്ട് അങ്ങോട്ട് പോയത്, പക്ഷെ ഇപ്പൊ എനിക്കെന്തുവാ, ഞാൻ ഭയങ്കര കൂട്ടമായിരിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം സംഗതി മാറി. ദൂതനുമായിട്ട് മല്ല് പിടിക്കുമ്പോ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, എന്നോ അനുഗ്രഹമായി ഇനിയും വേണ്ടത്. ഒരു വടിയും കൊണ്ട് അങ്ങോട്ട് പോയി, ഇത്രയും വലിയ കൂട്ടുമായി, ഇനി എന്നോ അനുഗ്രഹം വേണ്ടി. ആ കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് പിന്നീട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. 35-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു ദുഃഖം ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, ബെന്യാമീനെ പ്രസവിച്ചപ്പോൾ റാഹേല് മരിച്ചു. ഉടനെ റാഹേലിട്ട പേര് ബെനോനി, അല്ലേ? സൺ ഓഫ് മൈ പെയിൻ. എന്നാൽ യാക്കോബ് പേര് മാറ്റി ബെന്യാമീൻ, സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. എന്താ അനുഗ്രഹം? ചിന്താഗതി മാറി. ഒരാൾ വിളിച്ചു വേദന എന്ന് വിളിച്ചു, ഇപ്പൊ യാക്കോബ് വിളിക്കുന്നത് എന്നാ? നോ, സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. കുറച്ച് കഴിഞ്ഞു, ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞു, ഫറവോന്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പം ഫറവോൻ ചോദിക്കുന്ന ഒരു കാര്യം, എൻ്റെ എത്ര വയസ്സായി? എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം ഇത്രയായുള്ളൂ, എൻ്റെ പിതാക്കന്മാരുടെ അത്രയൊന്നും ഇല്ല. എന്നിട്ട് അടുത്ത വാക്യം,
യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. എബ്രായ ലേഖനം പറയുന്നു, വലിയവൻ ചെറിയവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ കാഴ്ചപ്പാടിൽ ആ കാലത്ത് ഉള്ള ഏറ്റവും സമ്പൽ സമൃദ്ധവും വലിയ സാമ്രാജ്യത്തിന്റെയും അധിപനായി സിംഹാസനത്തിലിരിക്കുന്നവനേക്കാളും വലിയവൻ ആരാ? ഞാനാണ്. ഫറവോന്റെ സിംഹാസനവും ആ ദേശവുമല്ല അനുഗ്രഹം. ദൈവം എന്നോട് കരുണ ചെയ്ത് എന്നെ ഇസ്രായേലാക്കിയതാ അനുഗ്രഹം. ഇനിയും അവകാശത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യത്തിൽ ലേവ്യരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ: അവർക്ക് സഹോദരന്മാരുടെ ഇടയിൽ അവകാശം ഒന്നും കൊടുക്കണ്ട. കാരണം എന്തുവാ? യഹോവയായ ദൈവമായ ഞാൻ തന്നെ അവരുടെ അവകാശം. ഐ ആം ദർ പോർഷൻ. എവിടാ ഇത് പറയുന്നത്? പഴയ നിയമത്തിലാ. ശ്രദ്ധിക്കണം. അതിന്റെ 32-ാം അധ്യായം, ആവർത്തന പുസ്തകം തന്നെ 32-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ ജനം ദൈവത്തിന്റെ അവകാശമാകുന്നു. ഇനിയും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് മുൻപോട്ട് വരാം. 73-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 25 മുതൽ 26 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? നിർത്തിയില്ല. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അടുത്ത വാക്യം, മൈ ഫ്ലഷ് ആൻഡ് മൈ ഹാർട്ട് മേ ഫെയിൽ. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ക്ഷയിച്ചു പോയേക്കാം, എന്നാൽ ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. അതും കഴിഞ്ഞു. ദേശം നഷ്ടപ്പെട്ടു, പ്രവാസികളായി, എല്ലാം നഷ്ടപ്പെട്ട് ബാബിലോണിലേക്ക് പ്രവാസികളായി പോയ സന്ദർഭത്തിൽ യെരമ്യാ പ്രവാചകൻ വിലാപങ്ങൾ ചമയ്ക്കുമ്പോൾ അതിന്റെ 3:24 ഇങ്ങനെയാ പറയുന്നത്, യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശിക്കുന്നു. യഹോവ എൻ്റെ ഓഹരിയാകുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, പഴയ നിയമകാലത്തു പോലും ദൈവമാണ് എൻ്റെ അവകാശമെന്ന് ഭക്തൻ പറഞ്ഞിരുന്നതെങ്കിൽ, എൻ്റെ പ്രിയരെ, സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന കിരീടമോ വീടോ, ഇവിടെ കിട്ടാൻ പോകുന്ന വീടോ കാറോ അല്ല നമ്മൾ കാക്ഷിക്കേണ്ടത്. ദൈവം തന്നെ നമ്മുടെ അവകാശമായിരിക്കണം. ഇതാ പുസ്തകം പഠിപ്പിക്കുന്നതെങ്കിൽ ഈ കാലത്ത് വെളിപ്പാട് കിട്ടിയ ചിലരൊക്കെ എഴുതിയ ചില പുസ്തകങ്ങളിൽ പറയുന്നത് വായിച്ചാൽ നമ്മൾ കരയും. ആദ്യം ചിരി തോന്നും, പിന്നെ കരച്ചിൽ വരും. അടുത്ത കാലത്ത് ആർക്കാണ്ട് സ്വർഗത്തെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയത് ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടു. അതിങ്ങനെയാ, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം കർത്താവിൻ്റെ ഒപ്പം ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തു, കരിമീൻ വറുത്തത് കഴിച്ചു. കരിമീൻ വറുത്തത് കഴിച്ചോണ്ട് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഇടമാണ് എന്ത്? സ്വർഗം. അയ്യോ കഷ്ടം. ഇതിന്റെ കാര്യമേ ഉള്ള അവിടെ ചെന്നാലും ചിന്ത. അയ്യോ നമ്മൾ എത്ര അധപ്പതിച്ചു പോയി. ആത്മാവിന്റെ ആൾക്കാരെന്ന് പറയുന്ന പെന്തക്കോസ്തുകാർ എത്ര അധപ്പതിച്ചു പോയി. നോ,
അവിടെ എഴുതിയേക്കുന്നത് എന്തുവാ? മലയാളം ട്രാൻസ്ലേഷൻ ഉഗ്രൻ ട്രാൻസ്ലേഷനാ. എഴുതിയേക്കുന്നത് എന്നാന്നറിയാമോ? നമ്മൾ മക്കളെങ്കിലോ അവകാശികളാകുന്നു. ഒന്ന് പങ്ക്ച്വേറ്റ് ചെയ്തേച്ച്, സംശയം തോന്നണ്ട. ദൈവത്തിന്റെ അവകാശികൾ, ദൈവത്തിന്റെ അവകാശികളാകുന്നു. പിന്നെ അടുത്തത്, ക്രിസ്തുവേശുവിൽ നമ്മൾ എന്താകുന്നു? ഇതിന്റെ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാണെന്നുള്ളതിന്റെ കുറിച്ച് നമ്മുടെ കണ്ണൊന്ന് തുറക്കണമെന്ന് നമ്മുടെ കർത്താവ് പണ്ടേ പ്രാർത്ഥിച്ചതാണ്. പെട്ടെന്ന് ആ പ്രാർത്ഥനയുടെ വാക്കൊന്ന് എടുത്തു വായിച്ചേ. അത് എടുത്തു വായിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17:24 പെട്ടെന്നൊന്ന് വായിച്ചേ. ആ ആ ആ ഓ ഷോ, ആ വാക്കുകൾ വീട്ടിൽ പോയി ഒന്ന് ധ്യാനിക്കണം. അത് കർത്താവ് പ്രാർത്ഥിക്കുക, പിതാവേ, വായിച്ചേ സിസ്റ്ററെ, നീ എനിക്ക് തന്നിട്ടുള്ള കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് ഓ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ. പിതാവേ, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് അവരും എൻ്റെ കൂടെ ഇരിക്കണം. ഇനിയും പിരിഞ്ഞു പോകാതെ നിത്യമായി ഇന്ന് ഈ ശരീരത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ എപ്പോഴും ചിലപ്പോൾ കഴിയാറില്ല. എന്നാ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ എനിക്ക് അധികം കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഓ എൻ്റെ പ്രിയരെ, നമ്മുടെ ചിന്താഗതിക്കൊരു മാറ്റം ഉണ്ടാകട്ടെ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നീ എൻ്റെ അവകാശമാ കർത്താവേ. വാട്ട് ഡു ഐ നീഡ്? ഒരിക്കലും പിരിഞ്ഞു പോയിടാത്ത ആ ഉറ്റ സ്നേഹിതൻ, ശരിക്ക് അവിടുന്ന് സൽപ്രബോധനങ്ങൾ തന്ന് എന്നെ നടത്തുന്നു. തനിക്ക് തുല്യനില്ല ഭൂവിലാരും, അന്യനിത്ര. ഓ, അവൻ എത്ര മഹിമയുള്ളവനാ! ഇതെന്തു ഭാഗ്യം! യേശുനാഥനോട് ചേർന്ന് ഞാനിതാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ അതിന്റെ കണ്ടീഷനും നമ്മൾ വായിക്കുന്നു. എന്താണ് അതിന്റെ കണ്ടീഷൻ? ഒരു കണ്ടീഷനേ ഉള്ളൂ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. എന്താ കഷ്ടം? കഷ്ടത്തെ ക്രിസ്ത്യൻ സഫറിങ് എന്താണെന്ന് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് പറയാൻ നേരമില്ല, അടുത്ത ആഴ്ചയിൽ കൂടുതൽ വിശദീകരിക്കാം. അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ, ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ യേശുവിനോട് അനുരൂപപ്പെടുന്നതാണ്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? അങ്ങനെയെങ്കിൽ ശിഷ്യൻ ക്രിസ്തുവിനോട് ഏകീഭവിക്കുകയാണെങ്കിൽ കഷ്ടം അനുഭവിക്കും, അവന്റെ മഹത്വത്തിലേക്ക് കടക്കും. പിന്നെ 1 പത്രോസ് 4:13, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ അതെന്താണെന്ന് നമുക്കറിയാം. The sufferings of Christ. എൻ്റെ പ്രിയരെ, കർത്താവിനോട് ഏകീഭവിക്കുന്നതാണ് ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ഉറപ്പെന്താ? നാം മക്കളാകുന്നു. എങ്ങനെ തിരിച്ചറിയാം? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നു. ഭയം കൂടാതെ അപ്പച്ച, അബ്ബാ, പിതാവേ എന്ന് വിളിപ്പാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു, നാം ദൈവത്തിന്റെ അവകാശികളാകുന്നു. നമുക്കൊരു നിമിഷം ആ പഴയ പാട്ടിന്റെ ഒരു ചരണം ഒന്ന്, എനിക്കറിയാം സമയം പോയി, എങ്കിലും ഒരു ചരണം ഒന്ന് പാടാം. യഹോവാ ദൈവമാം വിശുദ്ധാജാതി നാമവനവകാശമാ ജനം നാ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാമവനവകാശ
അവകാശമാ ജനം പരദേശികൾ ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ പരദേശികൾ ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ യഹോവ ദൈവമാം ജാതി നാം അവനവകാശമാ ജന ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവോ ബലവും ദൈവമൊരുവനത്രേ ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവോ ബലവും ദൈവമൊരുവനത്രേ ആകയാൽ ഹല്ലേലൂയ ും നാമിനെ ഭയപ്പെടുകയില്ല ആകയാൽ പാരിട ആകയിളകിലും നാമിനെ ഭയപ്പെടുകയില്ല യഹോവ ദൈവമാം വിശുദ്ധ ജാതി അവനവകാശമാം ജനം യഹോവ ദൈവമാ വിശുദ്ധ ജാതി നാം അവനവകാശ ജനം അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം അവനാ കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ ആനന്ദായുഗം വാണിടുന്ന അവനാ കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ ആനന്ദായുഗം വാണിടുന്ന യഹോവ ദൈവമാം വിശുദ്ധ ജാതി അവനവകാശമാം ജനം യഹോവ ദൈവമാ വിശുദ്ധ ജാതി അവന ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം സഹോദരൻ.